ആദ്യമായി 1 സ്പൂൺ ഗ്രാമ്പൂ, 1 സ്പൂൺ തക്കോലം, 1/2 സ്പൂൺ ഏലക്ക, 1 ജാതിക്ക, 1 സ്പൂൺ ജാതിപത്രി. ടോട്ടൽ നമ്മൾ 3 സ്പൂൺ പെരിഞ്ജീരകം എടുക്കുന്നുണ്ട്. 1 പിടി കറുകപ്പട്ട. കറുകപ്പട്ടയുടെയും പെരിഞ്ജീരകത്തിൻ്റെയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത്. ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഒരു 1/4 ടീസ്പൂൺ ഷാ ജീര. ഇത്രയും സാധനങ്ങളാണ് ഗരം മസാല ഉണ്ടാക്കാനായി ആവശ്യമായത്. ഇനി നമുക്ക് മസാല ചെറുതായി ഒന്ന് ചൂടാക്കാം. തക്കോലവും ഗ്രാമ്പും ഏലക്കയും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് കറുവപ്പട്ടയും പെരിഞ്ജീരകവും ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലിട്ടാൽ മതി. ഇത് എല്ലാ മസാലയ്ക്കും നമുക്ക് പറ്റും. നമുക്കിത് ഗരം മസാലയായിട്ടും മീറ്റ് മസാലയായിട്ടും ചിക്കൻ മസാലയായിട്ടും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അടുപ്പത്ത് വെച്ച ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഒരു 6-7 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ മസാല ഒന്ന് മൂത്തിട്ടുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. കറുവപ്പട്ട നമുക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടുകയാണെങ്കിൽ ഇതിൻ്റെ പരുവമായി എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ജാതിക്ക നമ്മളിത് പൊടിച്ച് ചേർത്ത് ചതച്ച് 4-5 പീസാക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. ഇതായിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്യാം. ചൂടാറാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തേക്കുവാണ്. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ച ഗരം മസാലയാണിത്. നമുക്കിനി ഇത് അരിച്ചെടുക്കാം.